ഗില്ല് മടങ്ങി വരുന്നു, ഷമി വരുന്നു, ഒപ്പം തന്നെ ഷാർദൂൽ വരുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് ആരെ പരിഗണിക്കുമെന്നുള്ള കാര്യം, ഒന്ന് KL രാഹുൽ വിക്കറ്റ് കീപ്പർ, വൈസ് ക്യാപ്റ്റൻ പ്ലസ് വിക്കറ്റ് കീപ്പർ തന്നെയായിരിക്കും. സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് 3 താരങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് ധ്രുവ് ജുറേലുണ്ട്, ഋഷഭ് പന്തുണ്ട്, ഇഷാൻ കിഷനുണ്ട്. അതിൽ ഇഷാൻ കിഷനെ ആയിരിക്കും കൂടുതൽ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, ജാർഖണ്ഡിന് വേണ്ടി സമാനതകളില്ലാത്ത പെർഫോമൻസാണ് അദ്ദേഹം നടത്തുന്നത്. ക്യാപ്റ്റനായി ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചു. സയ്യിദ് മുഷ്താഖ് അലിയിൽ ടോപ്പ് സ്കോററായി. ഇപ്പോൾ വിജയാസാരയിൽ ഒരു മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടുകയുണ്ടായി. ഓപ്പണിങ്ങിൽ തിളങ്ങിയിട്ടുണ്ട്, ഒപ്പം തന്നെ 6ാം നമ്പറിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സ്ലോട്ടിലേക്കും കിഷാൻ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് ഇഷാൻ കിഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല ബോർഡുമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ എല്ലാം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. ന്യൂസിലൻഡിനെതിരെ T20 പരമ്പരയിൽ, ഒപ്പം തന്നെ ലോകകപ്പ് സ്ക്വാഡിലേക്കും അദ്ദേഹത്തെ നേരിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും, അത് 2 വർഷത്തിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലേക്ക് നേരിട്ട് ഒരു താരത്തെ ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എൻ്റെ അറിവിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഒരു സംഭവം ഇഷാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഷാൻ കിഷൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെ പരിഗണിക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത്, ഒരു കാലത്ത് 3 ഫോർമാറ്റിലേക്കും ഇന്ത്യ കണ്ടിരുന്ന വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിൻ്റെ സേവനം ടെസ്റ്റിൽ മാത്രമായിട്ട് ഒതുങ്ങും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. MSK എങ്ങനെയാണ്? ഇതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഷമിയുടെ റിട്ടേൺ തന്നെയാണ്. ഷമി തിരിച്ചെത്തുകയാണെങ്കിൽ ഇപ്പോഴും അതായത് സാധ്യതകൾ, ഷമി വരികയാണെങ്കിൽ, ബുംറ ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഷമിയും സിറാജും കൂടി ഒരുമിച്ച് പന്തെറിയാനുള്ള ഒരു സാഹചര്യം അവിടെ വരികയാണ്. പിന്നീട് ഉണ്ടാകുന്ന 2 പേസർമാർ സ്വാഭാവികമായിട്ടും ഹർഷിത് റാണയും പ്രസീദ് കൃഷ്ണയുമായിരിക്കും. ഹർഷ്ദീപ് സിംഗിനെ വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അദ്ദേഹം T20 എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രസീദ്, ഹർഷിത്, ഷമി, സിറാജ്, ഇവർ 4 പേരുമായിരിക്കും പേസർമാർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ ഗംഭീർ എറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. നമ്മളിപ്പോൾ RK ലക്ഷ്മണന്റെ ഒക്കെ RK നാരായണന്റെ ഒക്കെ കാർട്ടൂണുകൾ പറയുന്നുണ്ട്. അതിൽ ഒരു ക്യാരക്ടർ എപ്പോഴും എല്ലാത്തിലും ഒരാളൊരു സൈഡിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ആ ഫോട്ടോ ആ ക്യാരക്ടർ എപ്പോഴും അയാളുടെ കാർട്ടൂണിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഏത് ടീം എടുക്കുകയാണെങ്കിലും ഹർഷിത് റാണ അവിടെ ഉണ്ടാകും ഉറപ്പായിട്ടും. അപ്പോൾ ഇനി സ്പിന്നർമാരിലേക്ക് നോക്കുമ്പോൾ ജഡേജ ഒന്നുണ്ടാവും, അതിൽ കുൽദീപ് ഉണ്ടാകുമോ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രവി ബിഷ്ണോയ്ക്കൊരു സാധ്യതയും കാണുന്നുണ്ട്. ഡൊമസ്റ്റിക്കിൽ അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്.